മാർക്കറ്റിൽ എപ്പോൾ ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ഒരു പാരാമീറ്ററാണ് MSCI ഇൻഡെക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. MSCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ. മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. നമ്മുടെ ഇക്വിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇക്വിറ്റി സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിന്റെ ഹെഡ് ഓഫീസ് നിൽക്കുന്നത് ന്യൂയോർക്കിലാണ്. ലോകത്ത് ആകമാനം ഇതിന്റെ ബ്രാഞ്ചസുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇതിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള റിസർച്ച് സെന്ററുകൾ വർക്ക് ചെയ്യുന്നത് ലണ്ടൻ, ഹോങ്കോങ്, ടോക്കിയോ നഗരങ്ങളിലാണ്. MSCI ഇൻഡെക്സ്, MSCI കമ്പനിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റുകളുടെ അവരുടെ ഡാറ്റ നമുക്ക് ഇന്റർനെറ്റിലൂടെ അവൈലബിൾ ആണ്. ഈ ഡാറ്റ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ MSCI ഇൻഡെക്സ്, ഇന്ത്യൻ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ മൂവ്മെന്റ്, ഇന്ത്യൻ മാർക്കറ്റ് ഇനി എങ്ങോട്ടൊക്കെ പോകാം എന്ന് നമുക്ക് ചില ഇൻഡിക്കേറ്റേഴ്സ് തരുന്ന ഇൻഡെക്സ് ആണ് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. എന്താണ് മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ? നമ്മളെ എങ്ങനെ സഹായിക്കും? ഒരു റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള എന്നെയും നിങ്ങളുടെയും പോലുള്ളവരെ എങ്ങനെ MSCI ഇൻഡെക്സ് സഹായിക്കും എന്ന് പറയാം. MSCI ഇൻഡെക്സിലെ പോർട്ട്ഫോളിയോ ഏർണിംഗ് റേഷ്യോ എന്ന് പറയും. പെട്ടെന്ന് കേട്ടിട്ട് ആരും ടെൻഷൻ ആവണ്ട, വളരെ സിമ്പിൾ ആണ്. എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ. MSCI ഇൻഡെക്സ്, മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ ഇൻഡെക്സ് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടാവും. ആ റേറ്റിംഗ് ഞാൻ സിമ്പിൾ ആയിട്ട് PE റേഷ്യോ എന്ന് പറയുന്നു. ഈ PE റേഷ്യോ 25 എന്ന് പറയുന്ന വാല്യൂവിന് മുകളിലോട്ട് പോകുന്ന സമയത്ത് അതൊരു ഡേഞ്ചർ സോൺ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇനി കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് MSCI ഇൻഡെക്സ് നമുക്കൊരു ഇൻഡിക്കേഷൻ തരും. എന്നാൽ 25 താഴോട്ടാണ് വീഴുന്നതെങ്കിൽ അതേ MSCI ഇൻഡെക്സ് നമുക്ക് പറഞ്ഞു തരും മാർക്കറ്റ് ഫെയർലി വാല്യൂഡ് ആണ്, നിങ്ങൾക്ക് ലംസം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് എന്നുള്ളതിനുള്ള ഒരു ഇൻഡിക്കേഷനും തരും.